റോഡ് ഗതാഗതയോഗ്യമല്ലെന്ന് ആരോപിക്കുന്നവർ തന്നെ അറ്റകുറ്റപ്പണികൾക്കെത്തുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി മടക്കിയെന്ന് MLAയുടെ ആരോപണം. അതിന്റെ രാഷ്ട്രീയമെന്ത്? പ്രധാന വാർത്തകളിലേക്ക്. മഴ ശക്തമായതോടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജനങ്ങളുടെ ദുരിതയാത്ര. അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചെന്ന് നെല്ലിക്കുന്ന MLA. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് MLA PB അബ്ദുൾ റസാഖ്. പകർച്ചവ്യാധി പടരുമ്പോഴും സർക്കാർ അനാസ്ഥ കാട്ടുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപണം. പ്രവർത്തകർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പരിസരത്ത് പ്രതീകാത്മക ചികിത്സാ പരിപാടി സംഘടിപ്പിച്ചു. നീതി ആയോഗിനെ പുനഃസംഘടിപ്പിക്കണമെന്ന് BMS ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മണ്ണും വളവുമില്ലാതെ ചെറുവത്തൂർ പുത്തിലോട്ട് അക്വാപോണിക്സ് കൃഷിക്ക് തുടക്കമായി. മത്സ്യവും വിഷരഹിത പച്ചക്കറിയും കൃഷി ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ മിക്ക റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ തീർക്കാനും മികച്ച റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനും കഴിഞ്ഞതിൽ ചാരുദാർഥ്യമുണ്ടെന്ന് നെല്ലിക്കുന്ന MLA. ചില റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ സാങ്കേതിക കാരണങ്ങളാൽ കാലതാമസം നേരിട്ടുവെന്നും അവ പരിഹരിച്ച് നിർമ്മാണം ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് പ്രതികരിച്ചു. യാത്രക്കാർക്ക് ദുരിതപർമ്മം തീർക്കുകയാണ് ചെർക്കള കല്ലടുക്ക അന്തർ സംസ്ഥാന പാത. കാലങ്ങളായുള്ള ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് ഇന്നും അറുതിയില്ല. ചെറുക്കള മുതൽ ഉക്കിനടുക്ക വരെയുള്ള റോഡിലാണ് അപകടഭീതി ഉയർത്തുന്ന കുഴികൾ രൂപപ്പെട്ടത്. മഴക്കാലം ശക്തമായതോടെ കുഴികളിലെല്ലാം ചെളിവെള്ളം നിറഞ്ഞ് യാത്രക്കാർക്ക് കൂടുതൽ ദുരിതമായിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള ഇരുചക്രവാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ഉക്കിനടുക്ക മുതൽ അടുക്ക സ്ഥലം വരെയുള്ള 10 കിലോമീറ്റർ ദൂരം മഴയ്ക്ക് മുൻപായി 23 ലക്ഷം രൂപ അനുവദിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ ചെറുക്കള മുതൽ ഉക്കിനടുക്ക വരെയുള്ള 20 കിലോമീറ്റർ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ ഈ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി MLA നെല്ലിക്കുന്ന് KCN ന്യൂസിനോട് പറഞ്ഞു. ഒന്ന് നമ്മുടെ കല്ലടുക്ക ചെറുക്കള റോഡ്, ഏത്തെടുക്ക സൂളപ്പതവ് റോഡ്, നെക്രമ്പാറ റോഡ്, മുള്ളേറിയ അർളപ്പതവ് റോഡ്. ഈ 4 റോഡുകളാണ് ഇനി കാസർഗോഡ് മണ്ഡലത്തിൽ ചെയ്യാൻ ബാക്കിയുള്ള റോഡുകൾ. ബാക്കി കുറേ റോഡുകൾ എൻ്റെ ഇടപെടൽ മൂലം വളരെ നന്നായി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കല്ലടുക്ക ചെർക്കള റോഡ് അത് ഏറ്റവും അധികം ശോചനീയാവസ്ഥ കയറിക്കഴിയുന്ന ഒരു റോഡാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അത് ഈ കല്ലടുക്ക ചെറുക്കള റോഡ് എന്ന് പറയുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന റോഡല്ല. 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്, മഞ്ചേശ്വരവും കാസർഗോഡും. അതിൽ കാസർഗോഡ് മണ്ഡലത്തിലെ 20 കിലോമീറ്റർ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി 24 ലക്ഷം രൂപ സർക്കാർ നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈ എടനീർ, പള്ളത്തെടുക്ക ഈ 2 ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ശോചനാവസ്ഥയും കുണ്ടും കുഴിയും ഉള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പള്ളത്തെടുക്ക ഭാഗത്ത് ഇതിൻ്റെ കുണ്ടും കുഴിയും നികത്താൻ ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാർ പോയപ്പോൾ വളരെ സങ്കടകരമെന്ന് പറയട്ടെ, അവിടുത്തെ കുറച്ച് ആളുകൾ അവരെ ചെയ്യാൻ സമ്മതിച്ചില്ല, ഓടിച്ചു എന്ന് തന്നെ പറയാം. കയ്യേറ്റം ചെയ്യാൻ, ഒരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്യാൻ തന്നെ ശ്രമിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു തരം സാഡിസ്റ്റ് മനോഭാവമാണ് ചില ആളുകളുടെ. ചില ആളുകൾക്ക് അവരിങ്ങനെ പത്രപ്രസ്താവനയും അതുപോലെ തന്നെ എല്ലാ പ്രചരണവും കൊടുക്കും. റോഡ് വളരെ കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ളതാണ്, ശോചനീയാവസ്ഥ പോലെ കഴിയുന്നു, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പ്രചരണം കൊടുക്കുന്ന ആളുകൾ തന്നെ ഈ കുണ്ടും കുഴിയും നികത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കുണ്ടും കുഴിയും നികത്താൻ പോയാൽ അവരിങ്ങനെ ജീവനക്കാരെ തൊഴിലാളികളൊക്കെ ഓടിക്കും. അപ്പോൾ എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇവർക്ക് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ലൈവായി നിലനിർത്തണം. ഇങ്ങനെ ലൈവായി നിലനിർത്തുമ്പോൾ ഇവർക്ക് MLAയും ബാക്കിയുള്ള ആളുകളെ കുറ്റപ്പെടുത്താൻ സാധിക്കും. MLA ഈ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, MLA ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ കുണ്ടും കുഴിയും നികത്തിയാൽ, ഇത് റിപ്പയർ ചെയ്താൽ പിന്നെ MLA കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ചില ആളുകളുടെ ദുഷ്ടലാക്ക്. അപ്പോൾ ഇന്നലെ പള്ളത്തെടുക്ക ഭാഗത്ത് ആണ് ഏറ്റവും അധികം റോഡ് മോശമായിട്ടുള്ളത്. അവിടെ ഇന്നലെ ഈ പണി ആരംഭിച്ചു. ഞാൻ അതിൻ്റെ കരാറുകാരനുമായും ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി 2 ദിവസം കൂടി അവിടെ
വർക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് എടനീർ ഭാഗത്തേക്ക് വരും, അവിടുത്തെയും അറ്റകുറ്റപ്പണി ചെയ്യും. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2016-17 ബഡ്ജറ്റിൽ ഈ കല്ലടുക്ക ചെർക്കള റോഡിന് 20 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിഫ്ബിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിഫ്ബിയിലാകുമ്പോൾ ആദ്യം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏകദേശമായിട്ടുണ്ട്, കുറച്ച് ഭാഗം ഇൻവെസ്റ്റിഗേഷൻ നടത്താനുണ്ട്. അതിപ്പോൾ മഴ ആയതുകൊണ്ട് അതിൻ്റെ ടീം എറണാകുളത്താണ് ആ ടീം വരേണ്ടത്. ആ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകും ഈ ഒരാഴ്ച കൊണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായാൽ അത് സർക്കാരിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകും. പിന്നെ ഏസ് കിട്ടും. പിന്നെ ഈ മഴ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു റോഡ് ഉണ്ടാക്കാൻ സാധിക്കും. 20 കോടി രൂപ ചെലവഴിച്ച് നല്ല ഒരു റോഡ് ഉണ്ടാക്കാൻ സാധിക്കും. കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികൾ ഇപ്പോഴും കടലാസിലൊതുങ്ങിയിരിക്കുകയാണ്. കാലതാമസമുണ്ടായാലും റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പരിശ്രമിക്കുമെന്ന് MLA PB അബ്ദുൾ റസാഖ് KCN ന്യൂസിനോട് പ്രതികരിച്ചു. ഏകദേശം 9 കിലോമീറ്റർ സംതിങ് ആണ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ വരുന്നത്. അത് പൂർണ്ണമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി കഴിഞ്ഞ വർഷം 2 കോടി സംതിങ് 2.25 ലക്ഷം രൂപ വാങ്ങി ചില സ്ഥലത്ത് കോൺക്രീറ്റ്, കൂടുതൽ പോയ സ്ഥലത്ത് ഇൻ്റർലോക്ക്, പിന്നെ അറ്റകുറ്റപ്പണി ചെയ്ത് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ വർഷം പിന്നെ പോകാം. അടുത്ത വർഷം കിഫ്ബിയിൽ പാസ്സായി. കൂടാതെ NH ഏറ്റെടുത്തിട്ടുണ്ട്. ആ റോഡ് NH ഏറ്റെടുത്തത് ചിലപ്പോൾ ചില ഒരു തടസ്സങ്ങളുണ്ടാവാം, അപ്പോൾ അതിന് കാലതാമസം ഉണ്ടാവും. ആ NH ഏറ്റെടുക്കുന്നതും സ്റ്റേറ്റ് ഫണ്ടിൽ ചെയ്തുകൊണ്ടിരുന്നതുമായ ഒരു റോഡാണ്. അപ്പോൾ NH ഏറ്റെടുത്തത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാലതാമസങ്ങളുണ്ടാവുമെങ്കിലും അടുത്ത സീസണിൽ പൂർണ്ണമാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ കാൽനട യാത്രക്കാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് ഇനി എന്ന് പരിഹാരമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. പകർച്ചവ്യാധികളും പനിമരണങ്ങളും വർദ്ധിക്കുമ്പോൾ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ലോകസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതീകാത്മക ചികിത്സാ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സാജിദ് മൗവൽ ഉദ്ഘാടനം നിർവഹിച്ചു. പനി പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി വേറിട്ട പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. രോഗികളും ഡോക്ടറും പരിശോധനയുമെല്ലാം സമരവേദിയിൽ അണിനിരന്നു. സർക്കാരിന്റെ അനാസ്ഥയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകാനിടയാക്കിയതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ സമരം ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട മേഖലകളിലുള്ള ബോധവൽക്കരണമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ മഴ ആരംഭിക്കുമ്പോൾ തന്നെ, കാലവർഷം ആരംഭിക്കുമ്പോൾ തന്നെ കേരളം പനിച്ചു വിറക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധന്മാർ പറയുന്നത്. ഇവിടെ മാറി ഇവിടെ സർക്കാരിന്റെ ആരോഗ്യ മേഖലയിൽ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്ന സർക്കാർ ആരോഗ്യ മേഖലയിലൂടെ ആ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലേക്കും ആരോഗ്യ മേഖലയിലേക്കും നമ്മളൊന്ന് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വാചക കസർത്തല്ലാതെ നമ്മുടെ ആശുപത്രികളിൽ, നമ്മുടെ പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ എവിടെയും സർക്കാരിന്റെ ഒരു തലത്തിലുള്ള ഇടപെടലുകൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ള എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജിത്ത് മാടക്കാൽ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, പ്രശാന്ത്, BP പ്രദീപ് കുമാർ, രാജേഷ് പുല്ലൂർ, DV ബാലകൃഷ്ണൻ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നീതി ആയോഗിനെ പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ തലത്തിൽ BMS സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി VB ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BMS അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് BMS ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പരിപാടി സംഘടിപ്പിച്ചത്. നീതി ആയോഗിനെ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം പ്രവർത്തകർ മുന്നോട്ട് വെച്ചു. BMS സംസ്ഥാന സെക്രട്ടറി VB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിപത്തുകളെ മുൻകൂട്ടി തൊഴിലാളി സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്തരം നയങ്ങൾക്കെതിരായിട്ടുള്ള പടച്ചട്ട അണിഞ്ഞുകൊണ്ട് തൊഴിലാളികളെ പോരാട്ടങ്ങളിലേക്ക് അണിനിരത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടന എന്ന രീതിയിലാണ്
ഭാരതീയ മസൂർ സംഘം അതിന്റെ രൂപീകരണം മുതൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇത്തരം നയങ്ങൾ, ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ മസൂർ സംഘം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് ഗവൺമെന്റ് ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഗവൺമെന്റിനെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, A കേശവ, ഐത്തപ്പ, BB സത്യനാഥ്, ഓമന A, KV ബാബു, അനിൽ V നായർ, ഗോപാലൻ നായർ, P പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധനം പിൻവലിക്കണമെന്ന് LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രവർത്തകർ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധനത്തിൽ പ്രതിഷേധിച്ചാണ് LDF ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഓർഡിനൻസ് പിൻവലിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഒരു കോടിയിലേറെ കുടുംബങ്ങൾ ഉപജീവനമാർഗമായ മാർച്ച് CATU നേതാവ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കന്നുകാലികളെ പോറ്റുന്നതിനും കന്നുകാലികളെ വിൽക്കുന്നതിനും കന്നുകാലികളെ വാങ്ങുന്നതിനും കന്നുകാലികളെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് തുടർന്നു വരുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഗവൺമെൻറ് തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി രാജ്യത്ത് സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ സാമൂഹിക രംഗത്ത് വലിയ പ്രത്യാഘാതം. CH കുഞ്ഞമ്പു, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അസീസ് കടപ്പുറം, അനന്തൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മണ്ണും വളവും ആവശ്യമില്ലാതെയും കൃഷി, മത്സ്യവും വിഷരഹിത പച്ചക്കറിയും കൃഷി ചെയ്യും. അക്വാപോണിക്സ് കൃഷിക്ക് ചെറുവത്തൂർ പുത്തിലോട്ട് തുടക്കമായി. എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ പുത്തിലോട്ട് രോഹിണി നിവാസിലെ K ശ്രീകണ്ഠൻ്റെ വീട്ടുമുറ്റത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 1 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച 1.5 മീറ്റർ ആഴമുള്ള കുളത്തിലാണ് കൃഷി. 4000 ഫിലോപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഈ പ്രത്യേകമായ കുളത്തിൽ വളർത്തുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 2 മോട്ടോറുകളും ഉണ്ട്. കുളത്തിന് സമീപത്തായി വലിയ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലാണ് കരിങ്കൽ ചീടുകൾ കൂട്ടിയിട്ട് നിറച്ച് പച്ചക്കറി വിത്ത് പാകിയത്. മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിസർജ്യങ്ങളടങ്ങിയ കുളത്തിലെ വെള്ളം പൈപ്പ് വഴി പച്ചക്കറി വിത്ത് പാകിയ ടാങ്കുകളിലേക്ക് ഒഴുക്കിവിടും. വെള്ളത്തിലെ അമോണിയയും മറ്റും ചെടികൾ വലിച്ചെടുക്കും. തുടർന്ന് കുളത്തിന് അടിഭാഗത്തുകൂടി ശുദ്ധീകരിച്ച വെള്ളം മറ്റൊരു പൈപ്പ് വഴി കുളത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യും. ഇത്തരത്തിൽ ഓരോ സമയം മത്സ്യവും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത്. ഈ അമോണിയ മിറ്റലിൽ വന്നതിന് ശേഷം അവിടെ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്ന് പറഞ്ഞത് കുറച്ച് നല്ലൊരു തരം ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയ ഈ അമോണിയനെ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കും. ഈ നൈട്രേറ്റ് ആക്കി മാറ്റി ചെടികൾ ഇതിൻ്റെ വേരിലൂടെ ഈ നൈട്രേറ്റിനെ വലിച്ചെടുക്കും. ചെടികൾക്ക് ആവശ്യം നൈട്രേറ്റ് ആണ് ആവശ്യം. ഈ നൈട്രേറ്റ് ചെടികൾ വലിച്ചെടുത്തതിന് ശേഷം നല്ല അമോണിയ ഇല്ലാത്ത വെള്ളം, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം തിരിച്ച് കുളത്തിലേക്ക് വിടുന്നു. ഇത് യൂസ് ചെയ്യുന്നതാണ് സൈഫണിങ് സിസ്റ്റം. ഇതിൽ വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ച് വെള്ളം മാത്രമാണ് ഇതിൻ്റെ ഗ്രോ ബെഡിലേക്ക് വരുന്നത്. ഇത് നമ്മൾ തിരിച്ച് സൈഫൺ സിസ്റ്റം വഴി ഒരു 1 ഇഞ്ച് വലിപ്പത്തിൽ കനത്തിലാണ് വെള്ളം തിരിച്ച് കുളത്തിലേക്ക് പോകുന്നത്. 6 മാസം വരെ കുളത്തിലെ വെള്ളം മാറ്റേണ്ടതില്ലെന്ന സൗകര്യവുമുണ്ട്. 2.5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കാണ് പുത്തിലോട്ട് തുടക്കമായത്. കഴിഞ്ഞ ദിവസം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശൈലജ, വാർഡ് മെമ്പർ DP രാഘവൻ, കൃഷി ഓഫീസർ PV ജലേശൻ, PV നിഷാന്ത്, CV പ്രിയ എന്നിവർ പങ്കെടുത്തു. വിശുദ്ധ റംസാനിലെ 27-ാം രാവിൽ ലൈലുത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വിശ്വാസികൾ പുലരും വരെ പ്രാർത്ഥനയിൽ മുഴുകി. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിക്കായി ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ നിദ്ര പിടിഞ്ഞ രാത്രിയിൽ ജില്ലയിലെ എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നഗരത്തിലെ മിക്ക സ്ഥലങ്ങളിലും പായസവും മധുരപലഹാരങ്ങളും വിതരണം നടത്തി വിശ്വാസികൾ സൗഹൃദത്തിൻ്റെ സന്ദേശം പകർന്നു. റംസാൻ 27-ാം രാവിൽ പള്ളികളിലേക്ക് പ്രാർത്ഥനകൾക്ക് പോകുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ചായയും ഡ്രൈ ഫ്രൂട്ട്സും വിവിധ തരത്തിലുള്ള പലഹാരങ്ങളും ഒരുക്കി തായലങ്ങാടി സൽക്കാരത്തിൻ്റെ മധുരം പകർന്നു.
തായലങ്ങാടി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ഇത്തവണ ചായ സൽക്കാരമൊരുക്കി ശ്രദ്ധേയരായത്. തായലങ്ങാടി ക്ലോക്ക് ടവറിന് സമീപം ഇന്നലെ രാത്രി 7:30 ആരംഭിച്ച ചായ സൽക്കാരം പുലർച്ചെ 4 മണി വരെ നീണ്ടു. ഇത് തുടർച്ചയായ 7ാം വർഷമാണ് ചായ സൽക്കാരമൊരുക്കുന്നത്. തായലങ്ങാടി ഗിലർ ജുമാ മസ്ജിദ് ഖത്തീഫ് അബ്ദുൽ നാസർ ഫൈസി പ്രാർത്ഥന നടത്തി. എൻ.എ. നെല്ലിക്കുന്ന് MLA, PB അബ്ദുൾ റസാഖ് MLA, TA അബ്ദുള്ള, A അബ്ദുൾ റഹ്മാൻ, PA അഷറഫ് അലി, PB അഹമ്മദ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. നേപ്പാളിൽ നടന്ന വനിതാ സീനിയർ ത്രോബോൾ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിലെ കാസർഗോഡ് സ്വദേശിനി ദീപികയ്ക്ക് ജന്മനാടിൻ്റെ സ്വീകരണം. കുമ്പടാജെ സ്വദേശിയായ ദീപികയ്ക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരണം നൽകിയത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന വനിതാ സീനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യൻ ടീമിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് കുമ്പടാജ മൗവാർ സ്വദേശിനി ദീപിക. രാവിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിറങ്ങിയ ദീപികയെ ഹർഷാരവത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സ്വീകരിച്ചത്. കുമ്പടാജെ അന്നപൂർണേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ് ദീപിക. സ്വീകരണ ചടങ്ങിൽ കുമ്പടാജെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ മൗവാർ, ശ്രീധര ഭട്ട്, നാരായണ ശർമ്മ, സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. പടന്നയിലെ ഓരി ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന് പുതിയ കെട്ടിടമായി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബീഫിന് പ്രോട്ടീൻ ധാരാളമുള്ള ഒരു ആഹാരമാണ്. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ ധാരാളമായിട്ടുള്ള ആഹാരം കഴിക്കണമെങ്കിൽ പല വിലപിടിപ്പുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കണം. അതിന് ശേഷിയില്ലാത്ത ആളുകൾക്ക് കുറച്ചെങ്കിലും വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെയാണ് നമ്മുടെ വീട്ടുകാർ ഈ ബീഫ് എന്ന് പറയുന്നത് തന്നെ വാങ്ങുന്നത്. എല്ലാ ദിവസവും ബീഫ് വാങ്ങി കഴിക്കുന്നവരല്ല നമ്മുടെ ആളുകൾ, അതിനുള്ള ശേഷിയൊന്നുള്ളവരല്ല നമ്മുടെ ആളുകൾ. പക്ഷേ ഒരു പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഒരു ബീഫോ അല്ലെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയോ ഒക്കെ കഴിച്ച കുറച്ച് പാലോ ഒക്കെ കുടിച്ചാലേ കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുള്ളൂ. അതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടാൻ വേറെ വഴിയില്ല. അതിന്റെ പ്രശ്നം മാത്രമല്ല, നമുക്കതൊന്നും വേണ്ടെന്ന് വിചാരിക്കാൻ വേണം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കായിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളവും വിശേഷിച്ച് ക്ഷീര ഉൽപാദനം മുഖ്യമായിട്ടുള്ള കാർഷിക വൃത്തിയായിട്ട് സ്വീകരിക്കുന്ന ക്ഷീര കർഷകരെ സംബന്ധിച്ചും ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെ വന്നിരിക്കുന്നത്. അറവുമാട് കശാപ്പ് നിരോധന നിയമം ക്ഷീരകർഷകരടക്കമുള്ള കൃഷിക്കാരുടെ ദുരിതം ഇരട്ടിപ്പിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. കൊല്ലാനായി ആരും മൃഗങ്ങളെ വളർത്തുന്നില്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവയെ കൈമാറ്റം ചെയ്യാതിരിക്കാൻ കഴിയില്ല. രാജ്യമെമ്പാടും കർഷകർ പ്രക്ഷോഭത്തിലാണ്. വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി പറഞ്ഞു. M. രാജഗോപാലൻ MLA അധ്യക്ഷനായി. K. ലീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോഷി ജോസഫ്, KN സുരേന്ദ്രൻ നായർ, PC ഫൗസിയ, PC സുബൈദ, UK മുഷ്താഖ്, PV മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കർഷകരെ VP ജാനകി, KP വത്സരൻ എന്നിവർ ആദരിച്ചു. CV രാജൻ സ്വാഗതവും TK കരുണാകരൻ നന്ദിയും പറഞ്ഞു. ഡെങ്കിപ്പനി. നീലേശ്വരം നഗരസഭയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ തീരുമാനം. ഡെങ്കിപ്പനി കണ്ടെത്തിയ കരുവാച്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ഫോഗിംഗ് നടത്തും. നീലേശ്വരം നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നുവെന്നും കരുവാച്ചേരിയിൽ 3ഓളം രോഗികൾക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചുവെന്നും മറ്റു 4 പേർ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം സീനറ്റ് വാർത്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും നീലേശ്വരം താലൂക്ക് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ മഴക്കാല രോഗികളുടെ അനിയന്ത്രിതമായ എണ്ണം കണക്കിലെടുത്ത് ആവശ്യമായ താൽക്കാലിക നിയമനങ്ങൾ ഉടനെ നടത്താൻ ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി. മാത്രമല്ല, മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വിവിധ തലങ്ങളിൽ നടത്തുന്നതിന് HMC അംഗങ്ങൾ, ആശാവർക്കർമാർ, ഹെൽത്ത് വർക്കർമാർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വിദ്യാലയ പ്രതിനിധികൾ എന്നിവർക്ക് 27-ന് താലൂക്ക് ആശുപത്രിയിൽ തീവ്ര പരിശീലന പരിപാടി സംഘടിപ്പിക്കും. അലോപ്പതി, ഹോമിയോ, ആയുർവേദം എന്നീ വിഭാഗങ്ങളിലായി നഗരസഭയിലെ 9 കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകളും നടത്തും. കരുവാച്ചേരി, തോട്ടുംപുറം, ഉച്ചൂളിക്കുതിര, കൊയാമ്പുറം എന്നീ സ്ഥലങ്ങളിൽ ബുധനാഴ്ച വൈകുന്നേരം ജില്ലാ പ്രാണിജന്യരോഗ നിയന്ത്രണ യൂണിറ്റിൻ്റെ കൊതുക് സാന്ദ്രതാ പഠനം നടത്തും. ഈ പ്രദേശങ്ങളിൽ കൊതുക് നശീകരണത്തിൻ്റെ ഭാഗമായി ഫോഗിങ്ങും നടത്തും. താലൂക്ക് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും കാഞ്ഞങ്ങാട് ആയുഷ് യോഗ സെന്ററിൻ്റെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ആചരിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും കാഞ്ഞങ്ങാട് ആയുഷ് യോഗ സെന്ററിന്റെയും നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് ചെറിയ കുട്ടികളെയും കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ മാലിന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകി കഴിഞ്ഞു. കുട്ടികൾ ഉപയോഗിക്കുന്ന നമുക്ക് പേന ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിച്ചെറിയും. ഈ പേന പോലും പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പേന പോലും കുട്ടികൾ ഉപയോഗിച്ച പേന പോലും ഞങ്ങൾ കുട്ടികൾ തന്നെ അവിടെ ഒരു കേന്ദ്രത്തിൽ സ്വരൂപിച്ചുകൊണ്ട് അത് നഗരസഭ എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ അത് വലിച്ചെറിയാതെ അത് അവിടെ എടുത്തു വെക്കുക ചെയ്യുന്നത്. നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അത് കൊണ്ടുപോയി അത് റീസൈക്ലിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുലേഖ, വാർഡ് കൗൺസിലർ എച്ച് റംഷീദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കരിപ്പത്ത തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ ശക്തമായതോടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജനങ്ങളുടെ ദുരിതയാത്ര. അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് MLA PB അബ്ദുൾ റസാഖ്. പകർച്ചവ്യാധി പടരുമ്പോഴും സർക്കാർ അനാസ്ഥ കാട്ടുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപണം. പ്രവർത്തകർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പരിസരത്ത് പ്രതീകാത്മക ചികിത്സാ പരിപാടി സംഘടിപ്പിച്ചു. നീതി ആയോഗിനെ പുനഃസംഘടിപ്പിക്കണമെന്ന് BMS ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മണ്ണും വളവുമില്ലാതെ ചെറുവത്തൂർ പുത്തിലോട്ട് അക്വാപോണിക്സ് കൃഷിക്ക് തുടക്കമായി. മത്സ്യവും വിഷരഹിത പച്ചക്കറിയും കൃഷി ചെയ്യും. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.